നമസ്കാരം. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ മലപ്പുറത്ത് മരിച്ച അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെ എന്നാണ് വിവരം. ചികിത്സ ലഭിക്കാതെയാണ് അസ്മ മരിച്ചത് എന്ന വിവരം ലഭിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു ഇയാളുടെ ഒളിച്ചുകളി. യുവതി മരിച്ചത് വീട്ടുകാരെ അറിയിക്കാതെ ഒരു ബന്ധു മുഖേനയാണ് അറിയിച്ചത്. ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറക്കപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു. ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത്. ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി. അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യങ്കളിയുമായി. ഇരുവിഭാഗത്തെയും 5 പേർക്ക് വീതം പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നവജാത ശിശു ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നിയോനേറ്റൽ NICUവിൽ ചികിത്സയിലാണ്. സ്ഥിതി വഷളായാൽ വെന്റിലേറ്റർ ചികിത്സ നൽകേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെ വീട്ടിൽ ജനിച്ച നവജാത ശിശുവിനെ കൊണ്ട് ദീർഘദൂര യാത്രയാണ് പിതാവ് സിറാജുദ്ദീൻ നടത്തിയത്. അസ്മ മരിച്ച സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മൃതദേഹ പരിശോധനാ നടപടികൾക്ക് ശേഷം കേസ് മലപ്പുറം പോലീസിന് കൈമാറും. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇവരുടെ മറ്റു മക്കളെ സിറാജുദ്ദീന്റെ വീട്ടുകാർ കൊണ്ടുപോയി. പരേതനായ ഇബ്രാഹിം മുസ്ലിയാരാണ് അസ്മയുടെ പിതാവ്. മാതാവ് ഷെരീഫ. 35 വയസ്സിനിടെ 5ാമത്തെ പ്രസവമാണ് അസ്മയുടേത്. നവജാത ശിശുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീനൊപ്പം ഈസ്റ്റ് കോഡൂരിലെ വാടക വീട്ടിലായിരുന്നു അസ്മയും കുടുംബവും താമസിച്ചിരുന്നത്. ആത്മീയ ചികിത്സകനും മതപ്രഭാഷകനുമാണെന്ന് അവകാശപ്പെടുന്ന സിറാജുദ്ദീൻ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിയുടെ മരണമൊന്നും മറ്റാരും അറിഞ്ഞില്ല. അസ്മ ഗർഭിണിയാണെന്ന് അയൽവാസികൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ പതിവ് സന്ദർശനത്തിനെത്തിയ ആശാ വർക്കറോട് പോലും ഗർഭിണിയല്ലെന്നാണ് പറഞ്ഞിരുന്നത്. ശനിയാഴ്ച രാത്രി നാട്ടുകാർ അറിയാതെ പുറത്തു നിന്നുള്ള കൂട്ടുകാരെ വിളിച്ചു വരുത്തി. കുട്ടികളെയും കൂട്ടി അസ്മയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. പായൽ പൊതിഞ്ഞാണ് അസ്മയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ 7 പെരുമ്പാവൂർ അറക്കപ്പടിയിലെ വീട്ടിലെത്തിച്ചത്. നവജാത ശിശുവിന്റെ ശരീരത്തിൽ പ്രസവ സമയത്തെ രക്തം പോലും തുടച്ചു മാറ്റാത്ത നിലയിലായിരുന്നുവെന്നും അസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പായിട്ടും വീട്ടിൽ പ്രസവം നടത്തുന്ന രീതി കേരളത്തിന് വെല്ലുവിളിയാണ്. അജ്ഞതയും ശാസ്ത്ര അവബോധവും ഇല്ലായ്മയാണ് ചിലരെയെങ്കിലും വീട്ടിൽ പ്രസവം എന്ന അനാരോഗ്യ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. 2019 മുതൽ 2024 വരെ ഇത്തരത്തിൽ 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തിൽ മലപ്പുറം ജില്ലയിൽ 4 കുഞ്ഞുങ്ങൾ മരിച്ചു. ആശാപ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വീട്ടിലെ പ്രസവ രീതി അവസാനിപ്പിക്കാനുള്ള വിപുലമായ പ്രചാരണം നടത്തുന്നുണ്ട്. പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം തയ്യാറാകുന്നത്. ചിലയിടങ്ങളിൽ അതും നടക്കുന്നില്ല. ഇത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തിക്കും. വിദേശ രാജ്യങ്ങളിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് വീടുകളിൽ പ്രസവം നടത്തുന്നത്. അതിന് മാസങ്ങളുടെ തയ്യാറെടുപ്പും ഉണ്ടാകും. പ്രസവ സമയത്തെ സങ്കീർണതകളും നേരിടാൻ സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിൻ്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് വന്ന് ബുദ്ധിമാന്ദ്യം പോലും സംഭവിക്കാം. ഇവയൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ഉപകരണങ്ങളും അത് കൈകാര്യം ചെയ്യാൻ നൈപുണ്യം നേടിയവരും ഉണ്ടെങ്കിലേ അമ്മയ്ക്കും കുഞ്ഞിനും അപകടം തരണം ചെയ്യാൻ സാധിക്കൂ. വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് ഇത്തരം ശുശ്രൂഷകൾ കിട്ടില്ലെന്നത് ഉറപ്പാണ്. അതിനാൽ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുക പ്രധാനമാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. കേരളത്തിലെ മാതൃമരണ അനുപാതം 1,19,000 ഇന്ത്യയിൽ ഇത് 97. മാതൃശിശു ആരോഗ്യത്തിൽ തുടർച്ചയായ ശ്രദ്ധ അത്യാവശ്യമാണ്. പ്രസവത്തിന് മുമ്പും ശേഷവുമുള്ള പരിചരണം, കുഞ്ഞിന് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പ്, പോഷകാഹാരം എന്നിവയും ഉറപ്പാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.